അത് മന്നെ കുറെ പുതിയ വീഡിയോ സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഇപ്പൊ ചൂടാണ്, ഇനി ഇൻ കേസ് ചൂടില്ലെങ്കിൽ പോലും എന്ന് പറയുന്നത് എനിക്കുള്ള പറയും ഡ്രിങ്ക് ഇനഫ് വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവി സജഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക. അപ്പോൾ മൂവി സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു വിഷ് മീ ഡെഡ്. ഓക്കെ, ഇത് നമ്മുടെ ഏഞ്ചലീന ജോളി തകർത്ത് പൊളപ്പനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. നമ്മുടെ വാണം ബ്രോസ് ആണ് ഇറക്കിയത്. എന്നിരുന്നാലും വാണം ബ്രോസ് ഇറക്കിക്കൊണ്ടായിരുന്നാലും എന്താ പറയാ, സിനിമ അത്യാവശ്യം നല്ലൊരു കിടിലം പടം തന്നെയാണ്. 2021 ഇറങ്ങിയ ഒരു പടമാണ്. ഇത് കോവിഡ് ടൈമിൽ എന്താണെന്ന് തോന്നുന്നത് ഇത് ഇറക്കിയതാണ്. അപ്പോൾ എന്തായിരുന്നാലും ദോസ് ഹു വിഷ് മീ ഡെഡ് ഇതെന്താ പറയാ അടിപൊളി പടമാണ്. അപ്പൊ എന്തായിരുന്നാലും ചെറുതായിട്ട് എന്താ പറയാ പ്ലോട്ട് ഞാൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും പറഞ്ഞു തന്നിട്ട് ബാക്കിയൊന്നും നിങ്ങൾ സിനിമ പോയി കണ്ട് എന്താ പറയാ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോ കഥ വേറൊന്നുമല്ല, ഒരു വലിയൊരു കാട്ടുതീ എന്താണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫയർ ഫൈറ്റർ ആയ ഒരാളാണ് ഹന്ന. ഓക്കെ, ഹന്ന എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ചേച്ചി ഏഞ്ചലീന ജോളി ചേച്ചി. അപ്പോ നമ്മുടെ ഈ ഏഞ്ചലീന ജോളി എന്ന് പറയും ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ പറയാം. അവിടെ ഒരു കുഞ്ഞ് വരുന്നു, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ കുട്ടിയെ 2 കൊലയാളികൾ പിന്തുടർന്നു വരികയാണ്. അപ്പോ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏഞ്ചലീന ജോളിയാണ്. അപ്പോ ഏഞ്ചലീന ജോളിയുടെ ഒരു ഇപ്പൊ തന്നെ മനസ്സിലായി കാണൂല, ഇപ്പൊ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഇവളുടെ ഒരു പത്രപ്പാട്, അവരെയൊക്കെ ഇങ്ങനെ പെടാപ്പെടുന്നു. അപ്പൊ ഫുൾ ഒരു ഫൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു പഴയ കാട്ടത്തിയിൽ അവിടുത്തെ ഒരു അപകടത്തിൽ എന്താ പറയുക കുറച്ച് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റാത്തൊരു കുറ്റബോധം എന്താ പറയുക അവളുടെ മനസ്സിൽ എന്താ പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് ഇതിലൊരു വലിയൊരു രഹസ്യം എന്താ പറയും. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫോറൻസിക് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വലിയൊരു രഹസ്യം എന്താ പറയാ കണ്ടെത്തുന്നുണ്ട്. അവര് കാരണം എന്താ പറയുക 2 പ്രൊഫഷണൽ കൊലയാളികൾ എന്താ പറയാ അവരെ പിന്തുടർന്നുണ്ട്. അപ്പൊ അവന്റെ പേരെന്ന് പറഞ്ഞാൽ ഓവൻ എന്നാണ്. അപ്പൊ ഓവൻ എന്താണ് കണ്ടെത്തുന്നത്. അപ്പൊ ഓവൻ മൈക്രോവേവ് ഓവനല്ല, അവന്റെ പേര് ഓവനാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഓവൻ എന്താ പറയുക കൊലയാളി കൊന്നു കളയുന്നുണ്ട്. അതിനുശേഷം എന്താ പറയുക മകന്റെ എന്താ പറയുക ഏഞ്ചലീന ജോളി എന്താ പറയുക സംരക്ഷിക്കുന്നുണ്ട്. അപ്പം ഓവറാൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തവർ എന്താ പറയും പീക്ക് സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ ആക്ഷൻ പീക്ക് പടം തന്നെയാണ്. എപ്പിക് ഒരു ആക്ഷൻ പീക്ക് പടമാണ്. പിന്നെ ഏഞ്ചലീന ജോളി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഞ്ചലീന ജോളി കുറച്ചൊരു എന്താ പറയുക ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇത്രയും ഒരു കിടിലൻ സിനിമ എന്ന് പറയും ഏഞ്ചലീന ജോളി അഭിനയിക്കുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ പല സിനിമകൾ ഏഞ്ചലീന ജോളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹോളിവുഡിലെ ഒരു എന്താ പറയുക ഒരു ആക്ഷൻ സ്റ്റാറാണ്. ഇതില് മിസ്സിസ് സ്മിത്തും പിന്നെ അതുപോലെ തന്നെ സോൾട്ട്, പിന്നെ എന്താ പറയുക നമ്മുടെ ഓൾ ടൈം നമ്മുടെ എന്താ പറയുക ഫേവറേറ്റ് ആയ ടോം റൈഡർ എന്ന പടം. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഏഞ്ചലീന ജോളിയുടെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ഷൻ എന്താ പറയുക ചലഞ്ച്ഡ് പടം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഞാൻ എനിക്ക് തോന്നുന്നത് ആക്ഷൻ പീക്ക് സിനിമ നോക്കുമ്പോഴേക്കും സോൾട്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് എന്താ പറയാ ഒരു അത്യാവശ്യം ഒരു കിടിലം പടം എന്താ പറയാ. പിന്നെ ആ ദോസ് ഹു വിഷ് മീ ഡെഡ് എന്ന് പറയുന്ന സിനിമയിലോട്ട് എന്താ പറയാ നമ്മുടെ ഏഞ്ചലീന ജോളി വന്നു. അതിനുശേഷം സിനിമകൾ ഉണ്ട്, മറ്റേ നമ്മുടെ മെലിഫിസെന്റും പിന്നെ കുങ്ഫു പാണ്ടയൊക്കെ ഏഞ്ചലീന ജോളി അഭിനയിച്ചെന്ന് പറയാം ആ ഒരു സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു പീക്ക് ആക്ഷൻ വന്നത് ദോസ് ഹു വിഷ് മീ ഡെഡ് തന്നെയാണ്. അപ്പൊ എന്തായിരുന്നാലും ഇതാണ് നമ്മുടെ സിനിമ. ഉറപ്പായിട്ടും എന്താ പറയാ നിങ്ങൾ കണ്ടേ പറ്റൂ. ഏഞ്ചലീന ജോളിയുടെ പടമാണ്. നിങ്ങൾ മസ്റ്റ് വാച്ചാണ് നമ്മുടെ ഈ ദോസ് ഹു വിഷ് മീ ഡെഡ്. അപ്പൊ ഇത്രയും ഞാൻ സിനിമയുടെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇനി പോയി കാണുക. ഇത് നമ്മുടെ വാണം ബ്രോസിന്റെ പടമായതുകൊണ്ട് കാണുന്ന പ്ലാറ്റ്ഫോം ഞാൻ നോക്കിയിട്ട് ആമസോൺ പ്രൈമിലൊക്കെ എന്താ പറയുക ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയാം. പിന്നെ ആപ്പിൾ ടിവിയിലും യൂട്യൂബിലാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് തോന്നണം. എന്തായാലും ആപ്പിൾ ടിവിയിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഒന്നും നോക്കണ്ട, ഓടിപ്പോയി കണ്ടോ ഏഞ്ചലീന ജോളിയുടെ ആക്ഷൻ പീക്ക് പടം. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മൂവി റിവ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉറപ്പാടും വന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും പീസ് ഔട്ട്.